ഹലോ, നമ്മൾ 6ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് ആനുവൽ എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ആണ് ചെയ്തത്. 6-7 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയി കാണാം. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ആൻസറും ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷനും എല്ലാം ഉണ്ടായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ 8ാം പാഠോ 9ാം പാഠത്തിലെയാണ് ചെയ്യുന്നത്. ചാപ്റ്റർ 8 ചലനം നിത്യജീവിതത്തിൽ, മോഷൻ ഇൻ ഡെയിലി ലൈഫ്. ക്വസ്റ്റ്യൻ 1, വാട്ട് ഈസ് റെക്റ്റിലീനിയർ മോഷൻ? എന്താണ് നേർരേഖാ ചലനം? മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ്? നേർരേഖയിലുള്ള ചലനമാണ് എന്ത്? നേർരേഖാ ചലനം അഥവാ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് സർക്കുലാർ മോഷൻ. വർത്തുള ചലനത്തിന് ഒരു ഉദാഹരണം നൽകുക. സർക്കുലാർ എന്ന് പറയുമ്പോൾ വർത്തുള ചലനം. എന്താണ് ഒരു ഉദാഹരണം? മോഷൻ ഓഫ് എ ഫാൻസ് ബ്ലേഡ്. എന്താ? ഫാൻ കറങ്ങുന്നത് അല്ലെ? ഫാന്റെ കറക്കം എന്താണ്? വർത്തുള ചലനത്തിന് ഒരു ഉദാഹരണമാണ് മോഷൻ ഓഫ് എ ഫാൻ ബ്ലേഡ്. ഇവിടെ വൺ വേർഡ് അല്ലാതെ പറയുന്ന ആൻസറുകളെ ടെക്സ്റ്റിലത്തതാണോ ഇതിലത്തതാണോ എളുപ്പം എന്ന് നോക്കിയിട്ട് അങ്ങനെ പഠിച്ചാൽ മതി. ആൻസർ കൃത്യമായാൽ മാർക്ക് വീഴും. അത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണോ നിങ്ങൾക്ക് സിമ്പിളായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലത്തെ ആൻസർ എഴുതണം. അതല്ല ഇവിടത്തതാണ്, ഈ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന ആൻസറാണ് സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഏത് ആൻസർ എഴുതിയാലും തെറ്റില്ല. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ചലനം? വാട്ട് ഈസ് മോഷൻ? എന്താണ്? ഒരു വസ്തു അതിൻ്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നതിന് ചലനം എന്ന് വിളിക്കുന്നു അല്ലെ? ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കുക? മാറ്റം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ചലനം എന്ന് വിളിക്കുന്നത്. ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. എന്താ? ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ കോൾഡ് മോഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മോഷൻ എന്ന് പറയുന്നത്. ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് എന്ത്? ദൂരം. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് അല്ലെ? ഒരു പാത്ത് ലെങ്ത് എത്രയാണോ ട്രാവൽ ചെയ്തത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ്. ഒരു വസ്തുവിന്റെ ആദ്യ സ്ഥാനവും അവസാന സ്ഥാനവും തമ്മിലുള്ള കുറഞ്ഞ ദൂരമാണ് സ്ഥാനാന്തരം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ആദ്യ സ്ഥാനവും അവസാന സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് എന്ത്? സ്ഥാനാന്തരം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലെ? ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? സഞ്ചരിച്ച ദൂരം അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാലോ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലെ? ആദ്യ സ്ഥാനവും അവസാന സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് എന്ത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. വേഗത കണക്കാക്കുന്ന സമവാക്യം ഏത്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് സ്പീഡ്? സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഇനി ഒരു കണക്കാണ്. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേഗത എത്രയായിരിക്കും? ഇങ്ങനത്തെ കണക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സമയം തന്നിട്ടുണ്ട് അല്ലെ? സമയത്തിന്റെ അവിടെ എന്ത് എഴുതാം? 2 എന്ന് എഴുതാൻ പറ്റും. ഇനി വേഗത തന്നിട്ടില്ല, വേഗത കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ദൂരം എത്രയാ തന്നെ? 120 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 120/2. ആൻസർ എത്രയാന്ന് കമന്റ് ചെയ്യാം കേട്ടോ.
ആവർത്തന ചലനം എന്നാൽ എന്ത്? വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ? എന്താണ് ആവർത്തന ചലനം? തുല്യ സമയപരിധിക്കുള്ളിൽ ആവർത്തിക്കുന്ന ചലനമാണ്, അല്ലെ? തുല്യ സമയപരിധിക്കുള്ള ആവർത്തന ചലനം, അതിൽ തന്നെ ഉത്തരവുണ്ടല്ലേ, ആവർത്തിക്കുക. എങ്ങനെ? തുല്യ സമയപരിധിക്കുള്ളിൽ ആവർത്തിക്കുന്ന ചലനമാണ്. ഉദാഹരണം എന്താ? ഘടികാരത്തിന്റെ പെൻഡുലം. മോഷൻ ദാറ്റ് റെസ്പെക്ട് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. മോഷൻ ദാറ്റ് റെസ്പെക്ട്സ് അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. എക്സാമ്പിൾ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. എക്സാമ്പിൾ എന്താ? പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഭ്രമണം എന്നാൽ എന്ത്? വാട്ട് ഈസ് റൊട്ടേഷൻ? ഒരു വസ്തു സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് വിളിക്കുന്നു. ദ സ്പിന്നിങ് ഓഫ് എ ബോഡി ഓൺ ഇറ്റ്സ് ഓവൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. ദ സ്പിന്നിങ് ഓഫ് എൻ ബോഡി ഓൺ ഇറ്റ്സ് ഓവൺ ആക്സിസ്. അതെന്താ? സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയാ? ഭ്രമണം എന്ന് പറയാം. എക്സാമ്പിൾ ഏതാ? ഭൂമി കറങ്ങുന്നത്, പിന്നെന്താ? പമ്പരം കറങ്ങുന്നത് ഒക്കെ നമുക്ക് എക്സാമ്പിളായി പറയാം, അല്ലെ? വക്രരേഖാ ചലനം എന്നാൽ എന്ത്? വാട്ട് ഈസ് കർവിലീനിയർ മോഷൻ? എന്താ? ഒരു വക്രപാതയിലൂടെയുള്ള ചലനമാണിത്. മോഷൻ അലോങ് എ കർവ്ഡ് പാത്ത്. ഒരു വക്രപാതയിലൂടെയുള്ള ചലനം. വക്രം എന്ന് പറഞ്ഞാൽ കർവ്ഡ്, അല്ലെ? മോഷൻ അലോങ് എ കർവ്ഡ് പാത്ത്. വേഗതയുടെ യൂണിറ്റ് എന്ത്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ്? ചോദിക്കും. എന്താ? മീറ്റർ പെർ സെക്കൻഡ്. എന്താ? മീറ്റർ പെർ സെക്കൻഡ്. പ്രോബ്ലം ചെയ്യാൻ തന്നില്ലേ? അത് ചെയ്തിട്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്തെഴുതണം? ഈ വേഗതയുടെ യൂണിറ്റും കൂടി അതിൻ്റെ ആൻസറിൻ്റെ കൂടെ എഴുതണം കേട്ടോ. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരം ഏത്? വേഗത. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. സ്പീഡ്. അപ്പൊ സ്പീഡ് എന്താന്ന് ചോദിച്ചാൽ തിരിച്ചെഴുതിക്കൂടെ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അങ്ങനെ ഏതാ? വേഗത എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? വേഗത. ഊഞ്ഞാലിന്റെ ചലനം ഏത് വിഭാഗത്തിൽ പെടുന്നു? വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് സ്വിംഗിങ് ക്രേഡിൽ? ഏതാ? ആന്തോളനം, കമ്പനം. ഓസിലേറ്ററി മോഷൻ, വൈബ്രേഷൻ, അല്ലെ? സിംഗിങ് ക്രേഡിൽ ഏതാ? ഓസിലേറ്ററി മോഷൻ ഓർ വൈബ്രേഷൻ. ഊഞ്ഞാലയുടെ ചലനം ഓസിലേറ്ററി മോഷൻ ഓർ വൈബ്രേഷൻ, കമ്പനം രണ്ടും പറയാം, അല്ലെ? ആന്തോളനം, കമ്പനം. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്ത്? യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഏതാ? മീറ്റർ. റെക്റ്റിലീനിയർ ചലനം അഥവാ നേർരേഖാ ചലനം എന്താണ്? നേർരേഖയിലുള്ള ചലനമാണ് എന്ത്? നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ഫാനിന്റെ ബ്ലേഡുകളുടെ ചലനം എന്താണ്? മോഷൻ ഓഫ് ഫാൻ ബ്ലേഡ്സ്. എന്താ? ആ വർത്തുള ചലനം, അല്ലെ? സർക്കുലാർ മോഷൻ. ഫാനിന്റെ ബ്ലേഡുകളുടെ ചലനം എന്താണ്? മോഷൻ ഓഫ് ഫാൻ ബ്ലേഡ്സ്. വർത്തുള ചലനം, സർക്കുലാർ മോഷൻ. ഒരു സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ വേഗത ഏതാ? സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽഡ് 10 മീറ്റർ ഇൻ 1 സെക്കൻഡ്. എന്താ? 10 മീറ്റർ പെർ സെക്കൻഡ്. ഒരു വസ്തുവിന്റെ വേഗത എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തു സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിച്ചു, അല്ലെ? അപ്പൊ അതിന്റെ വേഗത എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്വതന്ത്രമായി വീഴുന്ന ഒരു കല്ലിന്റെ ചലനം അതാ? എന്താ? മോഷൻ ഓഫ് എ ഫ്രീലി ഫാളിംഗ് സ്റ്റോൺ. എന്താ? നേരല്ലേ കനുള്ള കല്ല് വന്ന് വീഴാം. അപ്പൊ എന്താ? റെക്റ്റിലീനിയർ മോഷൻ, നേർരേഖാ ചലനം. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? സ്വതന്ത്രമായി വീഴുന്ന ഒരു കല്ലിന്റെ ചലനമാണ് എന്ത്? നേർരേഖാ ചലനം. അടുത്ത ചാപ്റ്റർ എന്താണ്? 9. മെച്ചപ്പെട്ട ജീവിതശൈലി മികച്ച നാളിനെ. മെച്ചപ്പെട്ട ജീവിതശൈലി മികച്ച നാളിനെ. ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ എ ബ്രൈറ്റ് ടുമാറോ. ജീവിതശൈലി രോഗങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ആർ ലൈഫ് സ്റ്റൈൽ ഡിസീസ്? എന്താണ് ലൈഫ് സ്റ്റൈൽ? നമ്മുടെ ലൈഫിന്റെ സ്റ്റൈൽ കൊണ്ട് വരുന്ന ഡിസീസ് ആണല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്? തെറ്റായ ഭക്ഷണക്രമം, വ്യായാമക്കുറവ് എന്നിവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഉദാഹരണം പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, BP. ഇതൊക്കെ പ്രമേഹവും BP-യും ലൈഫ് സ്റ്റൈലിലൂടെ മാത്രമല്ല, നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടും, അല്ലെ? പാരമ്പര്യമായിട്ടും കിട്ടും കേട്ടോ. എങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ചോദിക്കുമ്പോൾ എന്തെഴുതാ? പ്രമേഹം. നമ്മൾ ഭക്ഷണം മര്യാദയ്ക്ക് ആയ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് എക്സസൈസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? പ്രമേഹവും BP ഒക്കെ, അമിത രക്തസമ്മർദ്ദമൊക്കെ വരും.
ഡിസ്റ്റൻസ് കോസ്ഡ് ബൈ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ്. എക്സാമ്പിൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ. 3R തത്വം എന്നാൽ എന്ത്? വാട്ട് ഈസ് ദ 3R പ്രിൻസിപ്പിൾ? എന്തൊക്കെയാ? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ അല്ലെ. 3R ആണ് അല്ലെ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. കുറയ്ക്കുക, പുനരുപയോഗിക്കുക, പുനഃചക്രമണം ചെയ്യുക. സുസ്ഥിര വികസനം എന്നാൽ എന്ത്? വാട്ട് ഈസ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? വരും തലമുറയുടെ ആവശ്യങ്ങളെ തടസ്സപ്പെടുത്താതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം. എന്താണ്? ഡെവലപ്മെന്റ്സ് ദാറ്റ് മീറ്റ് കറന്റ് നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ ജനറേഷൻ. ജൈവമാലിന്യം എന്നാൽ എന്ത്? വാട്ട് ഈസ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്? മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യങ്ങൾ. ഉദാഹരണം ഭക്ഷണാവശിഷ്ടങ്ങൾ. വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ഇൻ ടു ദ സോയിൽ. എന്താണ് ജൈവമാലിന്യം എന്ന് പറഞ്ഞാൽ? എന്താണ്? അലിഞ്ഞു ചേരുന്ന, മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാ? ഫുഡ് വേസ്റ്റ്. അജൈവ മാലിന്യങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ഈസ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്? എന്താ? മണ്ണിൽ അലിഞ്ഞു ചേരാത്ത മാലിന്യങ്ങൾ. എക്സാമ്പിൾ ഏതാ? പ്ലാസ്റ്റിക് അല്ലെ. വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഡീകമ്പോസ്. അലിഞ്ഞു ചേരാത്ത, മണ്ണിൽ അലിഞ്ഞു ചേരാത്ത, ഡീകമ്പോസ് ആവാത്ത വേസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയാം. അജൈവ മാലിന്യം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്ലാസ്റ്റിക്. വ്യായാമത്തിന്റെ ഗുണം എന്ത്? ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ്. ശരീരഭാരം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഹെൽപ്പ് കൺട്രോൾ വെയിറ്റ് ആൻഡ് ഇംപ്രൂവ് ഹാർട്ട് ഹെൽത്ത്. എന്താണ് വ്യായാമത്തിന്റെ ഗുണങ്ങൾ? എന്താണ്? ബെനിഫിറ്റ് ഫോർ എക്സസൈസ്, ശരീരഭാരം നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെന്താ? ഹാർട്ടിന്റെ ഹെൽത്തിന് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. ജങ്ക് ഫുഡ് ഒഴിവാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ അവോയ്ഡ് ജങ്ക് ഫുഡ്? അതിൻ്റെ അമിതമായ കൊഴുപ്പും ഉപ്പും അടങ്ങിയിരിക്കുന്നു. അതിലെന്താണ്? അമിതമായ കൊഴുപ്പും ഉപ്പും അടങ്ങിയിരിക്കുന്നു. ഇത് അമിതവണ്ണത്തിന് കാരണമാകുന്നു. കണ്ടെയ്ൻ എക്സസീവ് ഫാറ്റ് ആൻഡ് സാൾട്ട് ലീഡിങ് ടു ഒബിസിറ്റി. ഒബിസിറ്റി മാത്രമാണോ ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഹാർട്ടിന്, നമ്മുടെ ലിവറിന്, കിഡ്നിക്കൊക്കെ എന്താണ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ജലമലിനീകരണം എങ്ങനെ തടയാം? ഹൗ ടു പ്രിവെന്റ് വാട്ടർ പൊള്യൂഷൻ? മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിൽ നിക്ഷേപിക്കാതിരിക്കുക. അവോയ്ഡ് ഡംപിങ് വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്. ജലമലിനീകരണം തടയാൻ എന്താ? മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിൽ നിക്ഷേപിക്കാതിരിക്കുക. അവോയ്ഡ് ഡംപിങ് വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ദോഷകരമാകുന്നത് എന്തുകൊണ്ട്? വൈ ഈസ് ബേണിംഗ് പ്ലാസ്റ്റിക് ഹാംഫുൾ? എന്തുകൊണ്ടാണ്? ഇത് വിഷവാതകങ്ങൾ പുറത്തുവിടുകയും വായു മലിനമാക്കുകയും ചെയ്യുന്നു. റിലീസ് ടോക്സിക് ഗ്യാസസ് ആൻഡ് കോസസ് എയർ പൊള്യൂഷൻ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്താ? ടോക്സിക് ആയ ഗ്യാസ് പുറത്തു വരും അല്ലെ. വിഷവാതകം എന്തുവരും? പുറത്തേക്ക് വരും. അതെന്തെയും? എയറിനെ അല്ലെ വായുവിനെ മലിനീകരിക്കും. പരിസര ശുചിത്വത്തിന്റെ പ്രാധാന്യം. ഇമ്പോർട്ടൻസ് ഓഫ് എൻവിറോൺമെന്റൽ ഹൈജീൻ. പകർച്ചവ്യാധികൾ തടയാൻ സഹായിക്കുന്നു. ഹെൽപ്പ് ടു പ്രിവെന്റ് ഇൻഫെക്ഷസ് ഡിസീസസ്. കൊതുക് നശീകരണം എങ്ങനെ തടയാം? ഹൗ ടു കൺട്രോൾ മോസ്കിറ്റോസ്? ആൻസർ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുക. അവോയ്ഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. വായു മലിനീകരണം കുറയ്ക്കുവാനുള്ള വഴി. വേ ടു റെഡ്യൂസ് എയർ പൊള്യൂഷൻ. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. പ്ലാന്റ് ട്രീസ്. റെഡ്യൂസ് വെഹിക്കിൾ യൂസ്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം എങ്ങനെയെല്ലാം ബാധിക്കുന്നു? ഇമ്പാക്ട് ഓഫ് എക്സസീവ് മൊബൈൽ യൂസേജ്. എന്താ? നമുക്ക് ആദ്യം തന്നെ എഴുതാം അല്ലെ. കാഴ്ചശക്തി കുറയും. ഫോൺ കുറേ നേരം നോക്കി എന്താ? നമ്മുടെ കാഴ്ചശക്തിക്ക് അത് പ്രശ്നം ഉണ്ടാക്കും. കോസസ് പുവർ വിഷൻ. എന്താ? കാഴ്ചശക്തി കുറയാം. പിന്നെ ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകുന്നു. ഉറക്കമില്ലായ്മ എന്താ? ഇൻസോംനിയ. എന്താ? ഇൻസോംനിയ എന്ന് വെച്ചാൽ എന്താ? ഉറക്കമില്ലായ്മ. മഴവെള്ള സംഭരണത്തിന്റെ ഗുണമെന്ത്? ബെനിഫിറ്റ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. എന്താ? മഴവെള്ളം സംഭരണത്തിന്റെ ഗുണം. ഭൂഗർഭ ജലനിരപ്പ് ഉയരാൻ സഹായിക്കും. ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ. എന്താ? ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ.
അപര്യാപ്തത രോഗങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണങ്ങൾ സഹിതം പട്ടികപ്പെടുത്തുക. വാട്ട് ആർ ഡെഫിഷ്യൻസി ഡിസീസസ്? ടേബിളേറ്റ് വിത്ത് എക്സാമ്പിൾസ്. ഭക്ഷണത്തിൽ പോഷകങ്ങളുടെ ദീർഘകാലത്തെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണിവ. 3 പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാ? പോഷകം അല്ലെ, ന്യൂട്രിയൻസ്, ഏതൊക്കെ അസുഖങ്ങൾ, അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ്. എന്തൊക്കെയാ? ന്യൂട്രിയൻസ്, ഡിസീസ്, സിംറ്റംസ്. പോഷകം, രോഗം, അത് മൂലം അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, പിന്നെന്താ അതിൻ്റെ ലക്ഷണങ്ങളാണ്, സിംറ്റംസ് ഇതൊക്കെയാണ്. വൈറ്റമിൻ എ എന്താ? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെ, നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്താ അതിൻ്റെ ലക്ഷണം? രാത്രിയിൽ കാഴ്ച മങ്ങും അല്ലെ. വൈറ്റമിൻ എ കുറവുണ്ടെങ്കിൽ എന്താ? രാത്രിയിൽ കാഴ്ച മങ്ങും, നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ സിയോ? സ്കർവി. വൈറ്റമിൻ സി എന്താ? സ്കർവി. പല്ലിൻ്റെ മോണയിൽ നിന്ന് എന്ത് ചെയ്യും? രക്തം വരും. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉണ്ടാവുന്നത് എന്താ? സ്കർവി. അതിൻ്റെ ലക്ഷണം എന്താ? പല്ലിൻ്റെ മോണയിൽ നിന്ന് രക്തം വരും. വൈറ്റമിൻ സി ഇതിലൊക്കെയാ? ഫ്രൂട്ട്സ്, നെല്ലിക്ക, അതിലൊക്കെ എന്താണ് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എയോ? ലീഫ് അല്ലെ, വെജിറ്റബിൾ ലീവ്സിലൊക്കെ എന്താണ്? വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അടുത്തത് എന്താ? ഇരുമ്പ്, അയൺ. എന്താ? വിളർച്ച, അനീമിയ അല്ലെ. ഇരുമ്പിൻ്റെ അയണിൻ്റെ കുറവുണ്ടെങ്കിൽ എന്താ രോഗം ഉണ്ടാവുന്ന രോഗമാണ് എന്ത്? അനീമിയ, വിളർച്ച. എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ? തളർച്ച, ശ്വാസം മുട്ടൽ. അനീമിയയുടെ ലക്ഷണങ്ങളാണ് എന്ത്? തളർച്ച, ശ്വാസം മുട്ടൽ. അടുത്തതാണ് അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് എന്ത്? ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലമാണ് എന്ത്? ഗോയിറ്റർ. അയഡിൻ്റെ കുറവില്ലാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ അയഡിനുള്ള ഉപ്പിട്ടിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ തിങ്സ് ടു ബി നോട്ടഡ് ടു പ്രിവെന്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? ക്രമമല്ലാത്ത ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയും മൂലമാണ് ഇവ ഉണ്ടാകുന്നത്. ഇവ തടയാൻ നമ്മൾ എന്ത് ചെയ്യണം? സന്തുലിത ആഹാരം. എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെയോ എക്സസൈസ് ചെയ്യുക, വ്യായാമം, ദിവസവും കൃത്യമായ വ്യായാമം ചെയ്യുക. നടത്തം, ഓട്ടം, കളികളൊക്കെ എന്താണ്? വ്യായാമത്തിൽ പെടും. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. എന്താണ്? ജങ്ക് ഫുഡ് ഒഴിവാക്കുക അല്ലെ. ജങ്ക് ഫുഡിൽ എന്താണ്? കൊഴുപ്പും ഉപ്പും മധുരമൊക്കെ കൂടുതലുള്ള ആഹാരമാണ്. അത് നമുക്ക് എന്താണ്? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. അപ്പം ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിൽ എന്ത് വേണം? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. അപ്പം എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ധാരാളം വെള്ളം കുടിക്കുക. മലിനമായ വെള്ളമല്ല, ശുദ്ധമായ വെള്ളം കുടിക്കുക കേട്ടോ. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എന്താണ്? വെള്ളം ആവശ്യമാണ്. അതുപോലെ ബയോളജിയിൽ ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. എക്സാം ടൈമിൽ എക്സാമിൻ്റെ പോർഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്യൂഷൻ ആയിരിക്കും. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കാം. കമൻറ്റ് ചെയ്യുക. നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ PDF നോട്ട് സെൻഡ് ചെയ്തിരുന്നതായിരിക്കും. താങ്ക്